മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എത്ര കിട്ടിയിട്ടും പഠിക്കാതെ പ്രതാപൻ്റെ അമ്മയും കരുണയും ചേർന്ന് വീണ്ടും മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കണ്ണൻ വന്നതും കണ്ണൻ്റെ കയ്യിൽ കവറൊക്കെ കാണുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്? കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കണ്ണൻ തിരിച്ചു പറയുന്നുണ്ട്, ഞാനാടാ കുഞ്ഞിൻ്റെ അച്ഛൻ, അപ്പോൾ ഞാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ എന്ന് ചോദിച്ചതും അതൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും കുഞ്ഞിൻ്റെ അച്ഛന്മാരും ഇവർ രണ്ടുപേരും കുഞ്ഞിൻ്റെ അമ്മമാരൊക്കെയാന്ന് പറഞ്ഞ് ഈ ലേഹയും അനന്തും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ എൻ്റെ കുഞ്ഞിനെ കണ്ടുകൊണ്ടാണോ നിങ്ങൾ ജീവിക്കണമെന്ന് ചോദിക്കുമ്പം ഞങ്ങളിപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കണം, എന്തായാലും ഇനി കുഞ്ഞിനെ വിട്ടു തരാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട്. അണ്ട് മഞ്ജു പറയുന്നുണ്ട്, ആ കണ്ണേട്ടൻ മോൾക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ ആയിട്ടാണല്ലോ വന്നേക്കണേ, ഇതിൽ എന്തൊക്കെയാണ് കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം ഞാൻ വാങ്ങിയത് മാത്രമല്ലടി, ഇതിൽ നിൻ്റെ അമ്മ വാങ്ങിയ കുറച്ച് ആഭരണം ഉണ്ടെന്നോ. അത് കേട്ടതും മഞ്ജു പറയുന്നുണ്ട്, എൻ്റെ അമ്മ കുഞ്ഞിന് ആഭരണം വാങ്ങി തന്നോന്നോ? കണ്ണേട്ടൻ എന്നെ വെറുതെ കളിയാക്കുകയാണെന്ന് ചോദിക്കുമ്പം ഇല്ലടി മഞ്ജു, ഞാൻ സത്യം പറഞ്ഞതാ, അമ്മ വാങ്ങി തന്ന ആഭരണങ്ങളായി കവറിൽ, ഞാൻ കുഞ്ഞിന് അതുകൊണ്ട് ആഭരണമൊന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞതും മഞ്ജു പറയുന്നുണ്ട്, ഇപ്പോഴും കണ്ണേട്ടനൊന്നും മനസ്സിലായിട്ടില്ലേ കണ്ണേട്ട, അമ്മയുടെ അഭിനയം ഇതെല്ലാം, അത് കണ്ട് കണ്ണേട്ടൻ വിശ്വസിച്ച് നിൽക്കുവാണെന്ന് ചോദിക്കുമ്പം ഇല്ല മഞ്ജു, നീ വിചാരിക്കണ പോലെ ഒന്നുമല്ല, അമ്മ ഇപ്പോൾ പണ്ടത്തെ അമ്മ തന്നെയായി, അമ്മയുടെ അഭിനയമൊന്നുമല്ല, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ന് പറയുമ്പോൾ മഞ്ജു വീണ്ടും പറയുന്നുണ്ട്, ഇത് തന്നെയാണ് കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയും കുഴപ്പം, അതവർക്ക് അറിയുകയും ചെയ്യാം, അതുകൊണ്ട് അവരിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കണേ, ഇനിയിപ്പോൾ ഈ സ്വർണത്തിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും ചതി ഉണ്ടോ എന്ന് കണ്ടറിയണം എന്ന് പറയുമ്പം ഈ കണ്ണൻ പറയുന്നുണ്ട്, ഇല്ലടി മഞ്ജു, അങ്ങനെ ഒരു ചതിയില്ല, നീ അമ്മയെ തെറ്റിദ്ധരിച്ചേക്കണേ, അമ്മ ഇപ്പോൾ നല്ല സ്നേഹത്തിൽ എന്നോട് പെരുമാറണേന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് അവരെ വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ എന്തായാലും കുഞ്ഞിനെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹാലക്ഷ്മിയുടെയും കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ട അമ്മ വന്നില്ലേന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചതാ, പക്ഷെ അമ്മ വന്നില്ല എന്ന് പറഞ്ഞു, പകരം അമ്മ കുഞ്ഞിന് കുറച്ച് ആഭരണമൊക്കെ വാങ്ങി തന്നു വിട്ടിട്ടുണ്ടെന്ന് പറയുമ്പം എന്നാലും കണ്ണേട്ടന് അമ്മയെയും കൂടെ കൊണ്ടുവരായിരുന്നു എന്ന് പറയുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വരുമ്പോൾ ലേഹയ്ക്കും മഞ്ജുവിനും അമ്മ വന്നത് ഇഷ്ടാവൂലല്ലോ, അത് കരുതിയിട്ട് അമ്മ വരാതിരുന്നേ, ഞാൻ വിളിച്ചിട്ട് അമ്മ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, നല്ലൊരു മുഹൂർത്തത്തിൽ ഞാനൊരു തടസ്സമായിട്ട് നിൽക്കണ്ടാന്ന്. എന്തായാലും അമ്മ ഒരുപാട് മാറി മഹി എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കും അത് തോന്നുന്നുണ്ട് കണ്ണേട്ടാ, ഇനി അമ്മ അഭിനയിക്കണതാണെന്നാണ് മഞ്ജു പറയണത്, പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ അമ്മ അഭിനയിക്കണതായിട്ടൊന്നും എനിക്ക് തോന്നണില്ല, പക്ഷെ ഉണ്ണിയും കരുണയൊന്നും ഒരിക്കലും നന്നാവൂലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മേനെയാണ്. ഈ മോഹിനി പോയി കഴിഞ്ഞതും പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, നമ്മളുടെ കുഞ്ഞ് നൂലുകെട്ടിന് പോയിട്ടുണ്ടാവോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, എന്തായാലും കരുണേനെയും ഉണ്ണീനെയും ഒന്നും അവർ നൂലുകെട്ട് വിളിക്കാൻ സാധ്യതയില്ല, ചിലപ്പോൾ ദുർഗ പോയി കാണുമെന്ന് പറഞ്ഞതും ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മോളെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതാപൻ്റെ അമ്മ ഫോണെടുത്ത് കരുണയ്ക്ക് വിളിച്ചതും കരുണ ഫോണെടുത്തിട്ട് എന്താ മുത്തശ്ശിന്ന് ചോദിക്കുമ്പം അതേ മോള് കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് പോയില്ലേന്ന് ചോദിക്കുമ്പോൾ അതിന് എന്നെ ആരും വിളിച്ചില്ലല്ലോ മുത്തശ്ശി എന്ന് പറയുന്നത്, അല്ല മോളുടെ അമ്മ ഇവിടുന്ന് രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി കൈ നിറച്ച ആഭരണമായിട്ട് പോയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവിടുന്നും അമ്മ ആഭരണമൊക്കെ വാങ്ങി കൊടുത്തെന്നാണ് തോന്നണേ, അപ്പോൾ ദുർഗ പോയില്ലേന്ന് ചോദിക്കുമ്പം അമ്മ പോയില്ല, അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയണു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ആ കുഞ്ഞൊരു ഭാഗ്യമുള്ള കുഞ്ഞാ, എന്തൊക്കെ സ്വർണ്ണങ്ങൾ ആ കുഞ്ഞിന് ലഭിക്കുന്നത്, അവിടെയാണെങ്കിൽ അനന്തവനും ലേഖയ്ക്കും ഇഷ്ടം പോലെ കാശുള്ളതുകൊണ്ട് അവർ ആ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കും, പിന്നെ കുഞ്ഞിൻ്റെ അച്ഛനാണെങ്കിലും ഇഷ്ടംപോലെ സ്വത്തുണ്ടല്ലോ എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അത് മുത്തശ്ശി പറഞ്ഞത് നേരെ, ആ കുഞ്ഞിനെ അവർ സ്വർണ്ണത്തിൽ പൊതിയും, പക്ഷേ എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു തരി സ്വർണം പോലും കൊടുക്കാൻ ആരും ഉണ്ടാവില്ല, എന്തായാലും എനിക്കിതൊന്നും സഹിച്ച് നിൽക്കാൻ പറ്റില്ല, എനിക്ക് സന്തോഷിക്കാൻ ഒരു വക പോലും ഇല്ല എൻ്റെ ജീവിതത്തിൽ, അതുകൊണ്ട് അച്ഛനോട് മുത്തശ്ശി പറഞ്ഞേരെ, എനിക്ക് സന്തോഷിക്കാനുള്ള എന്തെങ്കിലും ഒരു വക ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഒരേ ഒരു മോളെ പിന്നെ ജീവനോടെ കാണില്ല എന്ന്. ഞാനിങ്ങനെ ജീവിച്ചിരിക്കണ എന്തിനാണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണേ, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത്, ഇവിടെ വന്ന് കയറിയതോടുകൂടി എൻ്റെ എല്ലാ ഭാഗ്യവും പോയി, ഇപ്പം ഞാൻ ആ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ചെലവിൽ ജീവിക്കുന്ന ഒരാളാണ്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, നമ്മളുടെ അവസ്ഥ ഇപ്പം അതായി പോയില്ലെന്ന് ചോദിക്കുമ്പം എന്തവസ്ഥയാണെങ്കിലും കുഴപ്പമില്ല, ആ ലക്ഷ്മിയും കുഞ്ഞും കണ്ണനും സന്തോഷമായിട്ട് ജീവിക്കണം കാണാൻ എനിക്ക് പറ്റില്ല, അതും ഞാൻ ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ, അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അച്ഛനോട് പറയാമെന്ന്. അങ്ങനെ ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്, കാരണം പ്രതാപൻ്റെ അമ്മയ്ക്ക് അറിയാം ഇനി ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കോ വെറുതെ വിടില്ല എന്ന്. അങ്ങനെ
പ്രതാപൻ്റെ അമ്മ ശരി മോളെ ഞാൻ മോളുടെ അച്ഛനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്. മോള് പറഞ്ഞത് നീ കേട്ടോടാന്ന് ചോദിക്കുമ്പോൾ അമ്മ ഞാൻ കേട്ടു, പക്ഷെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് ചെയ്യാൻ തുനിഞ്ഞാലും ആ മാർക്കും എന്നെ വെറുതെ വിടില്ല. എന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ മാർക്കും നിന്നെ തല്ലിയാലും കുഴപ്പമില്ലടാ, മോളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ, ഇന്ന് അവളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടല്ലേ, ആ സന്തോഷം നമുക്ക് തകർക്കണം, അതിനുവേണ്ടി നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണ മുത്തശ്ശിയായിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് തിരിഞ്ഞു വരുന്ന സമയത്ത് ദുർഗയെ കാണുന്നുണ്ട്. ദുർഗയാണെങ്കിൽ ഈ കരുണ മുത്തശ്ശിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞോടി നിന്റെ മുത്തശ്ശിയോടുള്ള ഉപദേശം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മുത്തശ്ശിയെ വെറുതെ വിളിച്ചതാന്ന് പറയുന്നു. ഇല്ലടി നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, മഹാലക്ഷ്മിനെയും കുഞ്ഞിനെയും തകർക്കണം എന്നല്ലേടി നീ നിന്റെ മുത്തശ്ശിയോട് പറഞ്ഞത്, അവരുടെ നാശം കണ്ട് സന്തോഷിക്കാനല്ലേടി നീ ഇരിക്കണേ, ഇല്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യുമെന്ന് പറയണേ ഞാൻ കേട്ടല്ലോ, ഇതിലും നല്ലത് നീ പോയി ആത്മഹത്യ ചെയ്യുന്നത് തന്നെയാണ്, മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി ജീവിക്കണേക്കാളും നല്ലതെന്ന് പറയുമ്പം കരുണയാണെങ്കിൽ അതൊക്കെ അമ്മയ്ക്ക് തോന്നണേന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കരുണ ചെന്നതും ഉണ്ണിയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടൻ്റെ മോളുടെ നൂലുകെട്ടായിട്ട് നിങ്ങളെന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കുമ്പം അത് എന്നെ വിളിച്ചൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ പോണേ, അല്ലെങ്കിൽ തന്നെ എന്നെ വിളിച്ചാലും ഞാൻ പോകുമൊന്നുമില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് നിങ്ങൾ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും നിങ്ങളുടെ അമ്മയും എൻ്റെ അമ്മയും അതുപോലെ ആനന്ദവും ലേഖയൊക്കെ ഇഷ്ടം പോലെ ആഭരണങ്ങൾ ആ കുഞ്ഞിന് വാങ്ങി കൊടുത്തിട്ടുണ്ട്, ആ കുഞ്ഞും കൂടി വന്നത് ആഭരണത്തിൽ പൊതിഞ്ഞായിരിക്കുന്നു. അന്നേരം ഉണ്ണി പറയുന്നുണ്ട് അതിന് നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചതും ഇവിടെ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന് സ്വർണം വാങ്ങിത്തരാൻ എൻ്റെ അച്ഛനും മുത്തശ്ശിയും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അന്നേരം എൻ്റെ കുഞ്ഞിനും എൻ്റെ അമ്മ വാങ്ങി തന്നോളൂ എന്ന്. നിങ്ങളുടെ അമ്മ മിക്കവാറും വാങ്ങിത്തരും, ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളൊരു പലഹാരം വരെ നിങ്ങളുടെ അമ്മ ഉണ്ടാക്കി തരാറില്ല, പിന്നെയാണ് നമ്മളുടെ കുഞ്ഞിനെ അവർ ആഭരണങ്ങൾ വാങ്ങി തന്നെ, അതൊന്നും നടക്കണ കാര്യമല്ല, ഞാൻ എൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയും വിളിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് കാര്യം പറഞ്ഞേക്കണേന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മിയും കണ്ണനും സന്തോഷിച്ച് ജീവിക്കുമ്പം അതുപോലെ സന്തോഷിക്കാനുള്ളൊരു അവസരം എനിക്ക് വേണമെന്നാണ് പറഞ്ഞേക്കണേ, അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് എൻ്റെ അച്ഛനും മുത്തശ്ശിക്കും അറിയാം, അതുകൊണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഇന്ന് മഹാലക്ഷ്മിക്ക് സന്തോഷത്തേക്കാൾ കൂടുതൽ ദുഃഖം ഉണ്ടാവാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന്, അത് കേട്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് നിന്റെ മണ്ടനായിട്ടുള്ള അച്ഛൻ അവരെ എന്ത് ചെയ്യാനാ, ഇനിയിപ്പോൾ അവരെന്തെങ്കിലും ചെയ്താൽ തന്നെ നിന്റെ അച്ഛൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും, ആ മാർക്കോ ഉണ്ടല്ലോ മാർക്കോ നിന്റെ അച്ഛനെ വെറുതെ വിടുവൊന്നുമില്ല. ഇതേ സമയം നമ്മളുടെ മാർക്കോയും ആ സിദ്ധയായ അമ്മയും എന്തൊക്കെയോ പ്രാർത്ഥനകളും പൂജകളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട് അമ്മേ മഹാലക്ഷ്മിക്കോ കുഞ്ഞിനോ കണ്ണൻ സാറിനോ എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാം, എന്തായാലും നമ്മളിപ്പോൾ നടത്തുന്ന പ്രാർത്ഥനയും പൂജയൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്, ആ മോളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ അവരുടെ സന്തോഷം കുറച്ച് സമയത്തേക്കാണെങ്കിലും ഇല്ലാണ്ടാകാൻ ശത്രുക്കൾ ശ്രമിക്കുന്നുണ്ട്, ആ ശത്രുക്കൾക്ക് നല്ല തിരിച്ചടി കൊടുക്കാനുള്ള പൂജ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണേന്ന്. അങ്ങനെ മാർക്കോ സന്തോഷത്തോടെ ഇവിടെ തന്നെയാണ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ആ സിദ്ധയായ അമ്മ പൂജകൾ നടത്തുന്നതും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് മോഹിനി വരാണ്. മോഹിനിയെ കണ്ടതും മഞ്ജു ഓടി ചെന്നിട്ട് ആ അമ്മ വന്നല്ലോ, അമ്മ എന്താ അമ്മ വരാൻ വൈകിയെന്ന് ചോദിക്കുമ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി മോളെ, എന്തായാലും മുഹൂർത്തമായിട്ടില്ലല്ലോ വാന്നും പറഞ്ഞ് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അകത്തേക്ക് കയറി വന്നിട്ട് ആ ഒരു കവർ മഹാലക്ഷ്മിയുടെ കൈ കൊടുക്കുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇതെന്താ അമ്മ, ഇതിൽ ഒരുപാടുണ്ടല്ലോ എന്ന് പറയുമ്പം അത് ഒന്നുമില്ല മോളെ, കുഞ്ഞിന് കുറച്ച് ആഭരണങ്ങൾ, എന്തിനാ അമ്മയെ വെറുതെ പൈസ കളഞ്ഞെന്ന് ചോദിക്കുമ്പം നിങ്ങൾ എനിക്ക് പല പ്രാവശ്യമായിട്ട് ഒരുപാട് ആഭരണങ്ങൾ വാങ്ങി തന്നില്ലേ, അതൊന്നും എടുത്തല്ല ഞാനിത് വാങ്ങിയത്, എൻ്റെ കയ്യിൽ കുറേ പഴയ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, അതും എൻ്റെ അച്ഛനായിട്ട് വാങ്ങി തന്നത്, ആ ആഭരണങ്ങൾ കൊടുത്ത് കുറച്ച് ആഭരണങ്ങൾ ഞാൻ പുതുക്കി വാങ്ങിയതാണ്, എനിക്ക് ഈ ആഭരണങ്ങൾ മൊത്തം എന്തിനാ മോളെ, അതുകൊണ്ട് കുഞ്ഞിന് കുറച്ച് വാങ്ങാമെന്ന് കരുതിയത്. അന്നേരം ലേഖ പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നല്ലോ അമ്മ, ഇവിടെ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം അനന്തവേട്ടനും ഞാനും കൂടി വാങ്ങിയായിരുന്നു, പിന്നെ മഞ്ജു വന്നപ്പോൾ മഞ്ജുവും കൊടുന്നു, അത് മാത്രമല്ല ഇപ്പോൾ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും കുറേ ആഭരണങ്ങൾ വാങ്ങി കണ്ണേട്ടൻ്റെ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട് ദുർഗ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ അമ്മ വന്നില്ല, കണ്ണേട്ടൻ വിളിച്ചതാണ്, പക്ഷെ അമ്മയ്ക്കൊരു മടി, ഇവിടെ എല്ലാവരും സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് അമ്മയെ കാണുമ്പോൾ ആർക്കും ഇഷ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് അമ്മ വരാതിരുന്നതെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കണേ എങ്ങനെയാണ്, കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ, ഇതുവരെ മോളോടോ കണ്ണൻ മോനോടോ സ്നേഹമായിട്ട് ദുർഗ പെരുമാറിയിട്ടുണ്ടോ. അന്നേരം മഞ്ജു പറയുന്നുണ്ട് അത് അമ്മ പറഞ്ഞത് നേരെ, അമ്മയെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല, ഇപ്പോൾ സാഹചര്യം കൊണ്ട് അമ്മയുടെ സ്വഭാവം മാറിയതായിരിക്കും, പക്ഷെ അമ്മ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് പോകില്ല എന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല, അത് മാത്രമല്ല ആ ഉണ്ണിയും കരുണയും പറഞ്ഞ് എങ്ങനെയായാലും അമ്മയെ തിരുത്തുമെന്ന്.
ആ സമയത്ത് കണ്ണനും അനന്തും അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ വന്നതും മോഹിനിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ അവർ വരാതിരുന്ന എന്താ, അവരെ അമ്മ വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചതാ, പക്ഷെ അവർ വന്നില്ല, അവരെ കണ്ണനും മഹാലക്ഷ്മി ഒന്നും വിളിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അവർ അമ്മയും മോനും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുമായിരിക്കുമോ എന്ന് അനന്ത് ചോദിക്കുമ്പം ഇനിയിപ്പോൾ അടുത്തെങ്കിലും പ്ലാൻ ചെയ്യാൻ സാധ്യതയില്ല. കാരണം മാർക്കോയുടെ ഇന്നാൾ കിട്ടിയതിൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല, ഇപ്പോഴും അമ്മ ചൂട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന്. അന്നേരം അനന്ത് പറയുന്നുണ്ട് അതേതായാലും നന്നായി, ഇടയ്ക്കിടയ്ക്ക് ആ പ്രതാപനെയും വാമദേവനെയും ഒന്ന് കൈകാര്യം ചെയ്യാൻ മാർക്കോയോട് പറഞ്ഞാൽ മതി, മാർക്കോ അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂന്ന്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും മുഹൂർത്തം തുടങ്ങാറായില്ല ഏട്ടാ, കുഞ്ഞിനെ എടുക്കുക, നൂലുകെട്ട് ചടങ്ങ് നടത്തണ്ടേ എന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ശരിയാ, എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ട് കുഞ്ഞിനെ ലേഖയുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ലേഖ ചോദിക്കുന്നുണ്ട്, എന്താ മഹിയുടെ മടിയിലല്ലേ ഇരുത്തല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഈ ചടങ്ങിന് ലേഖയുടെ മടിയിൽ ഇരിക്കണേ നല്ലത്, ഞാൻ ശരീരം കൊണ്ട് അമ്മയായപ്പം മനസ്സുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ അമ്മയായോളാ നീ, അതുകൊണ്ട് നിൻ്റെ കൈ തന്നെ ആ കുഞ്ഞിരിക്കട്ടെ പറഞ്ഞ് ലേഖയുടെ മടിയിൽ വെച്ച് കൊടുത്തതും എന്നാൽ ഇനി നമുക്ക് നൂലുകെട്ട് ചടങ്ങ് നടത്തിയാലോ എന്ന് സാഹർ ചോദിച്ചതും മോഹിനി പറയുന്നുണ്ട്, ഇനി സമയമായല്ലോ വൈകിപ്പിക്കണ്ട, ഇന്ന മോനെ നൂലുകെട്ട് ചടങ്ങിനുള്ള അറിഞ്ഞാണം ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് ഈ മോഹിനി ഒരറിഞ്ഞാണം എടുത്ത് കണ്ണൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കണ്ണൻ വേഗം തന്നെ അറിഞ്ഞാണം അനന്തുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അനന്തു അന്നേരം അത്ഭുതത്തോടുകൂടി കണ്ണനെ നോക്കുമ്പോൾ നീ ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട, നീ കുഞ്ഞിൻ്റെ അച്ഛനാന്നല്ലേ എപ്പോഴും പറയാറ്, അതുകൊണ്ട് നീ തന്നെ ആ ചടങ്ങ് നടത്തിക്കോന്ന്. അത് കേട്ടതും അനന്ത് പറയുന്നുണ്ട്, വേണ്ട നീ കെട്ടിക്കോന്ന് പറയുമ്പോൾ വേണ്ടാന്നേ, അമ്മയുടെ കയ്യിലിരിക്കണു, അച്ഛനായിട്ട് നൂലുകെട്ട് ചടങ്ങ് നടത്തിക്കോന്നും പറഞ്ഞ് അങ്ങനെ അനന്തുവിൻ്റെ കൈ കൊടുത്തതും അനന്തുവിൻ്റെയും ലേഖയുടെയും കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണേ, ശരിക്കും ഞങ്ങൾ ശരീരം കൊണ്ട് അച്ഛനും അമ്മയാണെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങളല്ലേ ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും, നിങ്ങൾ ആഗ്രഹിച്ച അത്രം ഞങ്ങൾ പോലും ആഗ്രഹിച്ചിട്ടില്ലേ കുഞ്ഞിനെ എന്നും പറഞ്ഞ് അനന്തുവിനോട് നൂല് കെട്ടാൻ പറഞ്ഞതും അനന്ത് തന്നെ അറിഞ്ഞാണോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് മോഹിനിയും മഞ്ജുവും എല്ലാവരും കുഞ്ഞിനുള്ള ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ദേഹം മുഴുക്ക ആഭരണങ്ങളായി. അത് കണ്ടതും മഞ്ജു പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ കുഞ്ഞൊരു രാജകുമാരീനെ കൂട്ടായി, അപ്പച്ചിക്ക് ഇത് കണ്ടാൽ മതി, അപ്പച്ചിയുടെ മോള് സുന്ദരിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇത് കാണാനായിട്ട് നമുക്ക് അമ്മയെ കൂടി കൊണ്ടുവരായിരുന്നു എന്ന് പറയുമ്പോൾ മഞ്ജുവിനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമാവണില്ല. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, എന്നിട്ട് വേണം ഈ സന്തോഷമൊക്കെ തല്ലിക്കെടുത്താൻ എന്തെങ്കിലും ഒരു വഴി അവർ കണ്ടെത്താൻ. ഇതേ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ ഫോൺ എടുത്ത് നോക്കിയതും വാട്സപ്പിൽ ഈ മഞ്ജു ഇട്ടേക്കണ ഒരുപാട് ഫോട്ടോസ് വന്ന് കിടക്കണം കാണുന്നുണ്ട്. ആ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയിട്ട് കരുണയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് കരുണ ഉണ്ണീനെ കൊണ്ടുപോയി ആ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരാണാണോ, കണ്ടില്ലേ നിങ്ങളുടെ ഏട്ടൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് എത്ര ഗംഭീരമായിരുന്നു എന്ന്, കുഞ്ഞിനെ സ്വർണ്ണത്തിൽ പൊതിഞ്ഞേക്കും അവർ, എനിക്കിവിടെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരംശം സ്വർണം തരാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ, നിങ്ങളൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് ഉണ്ണിയുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമ്മളുടെ കരുണയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടെ ചേർന്ന് മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും അപായപ്പെടുത്താൻ നോക്കുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.